ഓക്കെ, അങ്ങനെ നമ്മൾ വീണ്ടും കാണുകയാണല്ലേ. സോ ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഈ ഒരു ദിവസം? നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പേപ്പർ വണ്ണിന്റെ സെഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ടാസ്കുകൾ തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഈ ഒരു സെഷൻ? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സെഷനിൽ പുതിയതായിട്ട് ഡിസംബർ ബാച്ചിലോട്ട് ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസും ഉണ്ട്. അതുപോലെ തന്നെ റീടെസ്റ്റിന് ഉള്ള സ്റ്റുഡൻസും ഉണ്ട്. അപ്പൊ പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് എന്തെല്ലോ പെട്ടെന്ന് പറയുന്നു, ഒന്നും ഒരു കണക്ഷൻ കിട്ടുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ, ഇന്ന് നമ്മൾ ഡിസംബർ 25 പി വൈ ക്യു ഡിസ്കഷൻ 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ റീടെസ്റ്റിന് ഇരിക്കുന്നില്ലെങ്കിലുള്ള കാര്യം പറയാണ് കേട്ടോ. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എല്ലാവരും ഇങ്ങനെ ആൻസർ പെട്ടെന്ന് പെട്ടെന്ന് പറയുന്ന കണ്ടിട്ട് നിങ്ങൾ ആൻഷ്യസ് ആവേണ്ട കാര്യമില്ല. നമ്മൾ എന്തായാലും ഇതെല്ലാം വിശദമായിട്ട് എന്തായാലും ഡീൽ ചെയ്യും. ഇന്നിങ്ങനെ പോവും എന്നുള്ളതാണ്. റീടെസ്റ്റ് ഉള്ളവർക്ക് ആഹ് എല്ലാം കൂടി തീർന്നില്ല എന്നായോ ഇപ്പൊ പ്രശ്നം? നമ്മൾ തീർത്തേ പറ്റൂ, കാരണം നമുക്ക് എക്സാം വരാൻ പോവാണ്. കുറഞ്ഞ ദിവസമുള്ളൂ. കുറഞ്ഞ ദിവസത്തിൽ നമ്മൾ എത്ര പറ്റുന്നത് മാക്സിമം അത്രയും നമ്മൾ തീർക്കണം എന്നുള്ളതാണ്. ഞാൻ ഇന്ന് രാവിലെ അയച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ഡോക്യുമെന്റ് ഉണ്ടല്ലോ, അത് വായിച്ചിട്ടുണ്ടായിരുന്നോ? എത്ര പേര് കംപ്ലീറ്റ്ലി വായിച്ചിട്ടുണ്ട്? ഓക്കെ, ഗുഡ്. ഓക്കെ, പേപ്പർ വൺ എല്ലാ സെഷൻസും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ട്രാക്കിലാണ്, അതാണ് പറയാനുള്ളത്. നിങ്ങൾ ഇപ്പോൾ ട്രാക്കിലാണുള്ളത്. ഇനി ഇതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു വരും ദിവസങ്ങളിലും പോവാ, തരുന്ന ടാസ്കുകളെല്ലാം ചെയ്യാം. പി വൈക്ക് കുറച്ചേ നോക്കിയിട്ടുള്ളൂ. ഒരു കംപ്ലീറ്റ് സെറ്റ് പി വൈക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്തിനാന്ന് വെച്ചാല്, ഇതൊക്കെ റീടെസ്റ്റ് ഉള്ളവരോടാണ് കേട്ടോ ഈ പറയുന്നത്. ഇതെന്തിനാന്ന് വെച്ചാല്, നിങ്ങൾക്ക് ഈ ഒരു കുറഞ്ഞ ദിവസത്തിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന രീതിക്ക് നോക്കാന്ന് പറയുന്നത് പെട്ടെന്ന് പോവുക എന്നുള്ളതാണ്. അനിസൊക്കെ നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പെട്ടെന്ന് നോക്കി പോവാൻ നമ്മുടെ പി വൈക്ക് എക്സ്പ്ലനേഷൻ ഒക്കെയാണ്, നമുക്ക് റിട്ടൻഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഫൊഗറ്റ്ഫുൾനെസ്സിനെ പറ്റിയിട്ടൊന്നും നിങ്ങളിപ്പോ ആലോചിക്കല്ലേ. നിങ്ങളിപ്പം മാക്സിമം എത്രയാ പറ്റുന്നത് അത്രയും കാര്യങ്ങൾ നോക്കാം. മെറ്റീരിയൽസ് വായിക്കാൻ നോക്കുക. വീഡിയോസ് ഒന്നും കാണാൻ നിൽക്കരുത്. ഇപ്പം മെറ്റീരിയൽസ് വായിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ പി വൈ ക്യൂടെ എക്സ്പ്ലനേഷൻ നോക്കുക. ലൈവ് അറ്റൻഡ് ചെയ്യുക. എന്നാൽ തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇന്നത്തെ പി വൈ ക്യു ഡിസ്കഷൻ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. I share my screen with you. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ കുറച്ചെങ്കിലും ഒരു ആശ്വാസമല്ലേ? ഈ ഒരു റീ എക്സാമിന്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോ ഉണ്ടായിരുന്ന നിങ്ങളുടെ മാനസികാവസ്ഥയും ഇന്നത്തവും തമ്മിൽ വ്യത്യാസമില്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അന്ന് ഒട്ടും അക്സെപ്റ്റബിൾ അല്ലാത്തൊരു കാര്യത്തിൽ നിന്ന് അതിൽ നിന്ന് കുറച്ചൊരു മാറ്റമില്ലേ? യെസ്. ഓക്കെ, ആശ്വാസം പറഞ്ഞാൽ കംപ്ലീറ്റ് ആശ്വാസം എങ്ങനെയായാലും നമുക്ക് വരില്ല. പക്ഷെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് വരുവാണ്. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ ഇത് എന്താണ് ചെയ്യാനുള്ളത് വെച്ചാല്, നമ്മൾ വൺ ഡേ അറ്റ് എ ടൈം ഇത് എടുക്കുക എന്നുള്ളതാണ്. ഇന്ന് നല്ല രീതിക്ക് നോക്കുക, നാളെ ആവുമ്പോൾ നാളെ മാക്സിമം നോക്കുക. ഇങ്ങനെ എക്സാം വരേക്കും ഓരോ ദിവസം നല്ല രീതിക്ക് നോക്കി പോവുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ലെറ്റ് us start with our discussion. ഓക്കെ, ഇതാണ് ആദ്യത്തെ ചോദ്യം. ഇത് നിങ്ങളോട് ഇത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള പി വൈക്ക് ആണ്, അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ വരണേ. Which of the following critical works of Matthew Arnold does preach that the kingdom of God is within you? Essays in criticism, culture and anarchy, the study of poetry, literature and dogma. ഈ ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് വിത്തിൻ യു, ഗോഡ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് ഏത് വർക്കാണ് മാത്യു ആർണോൾഡിന്റെ വരുന്നത് എന്നുള്ളത് ആലോചിച്ചാൽ മതി. ഓക്കെ, സോ മാത്യു ആർണോൾഡ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്രിട്ടിക് ആൻഡ് പോയറ്റ്. ലെറ്റ് us look into it. ഓക്കെ, മാത്യു ആർണോൾഡിന്റെ ലിറ്ററേച്ചർ ആൻഡ് ഡോഗ്മയിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. 1873 ടെക്സ്റ്റ് ആയിരുന്നു അത്. അതിൽ റിലീജിയന്റെ കാര്യം പറയുന്നുണ്ട്, മൊറാലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ
ഓക്കെ, ബിബ്ലിക്കൽ ഇന്റർപ്രിട്ടേഷൻ, പല കാര്യത്തെ ബിബ്ലിക്കൽ ഇന്റർപ്രിട്ടേഷൻ അതിൽ പറയുന്നുണ്ട്. ഓൾസോ ഓക്കെ, ഓൾസോ അർണോൾഡ് എന്ത് ചെയ്യുവാണ്, ക്രിസ്ത്യാനിറ്റിയെ ഒന്നും കൂടി ഒന്ന് റീഇന്റർപ്രറ്റ് ചെയ്യുവാണത്. പല മോറൽ ആയിട്ടുള്ള രീതിക്കും പലൊരു എത്തിക്കൽ സെൻസും കൂടി കൊണ്ടുവന്നിട്ട് ഒന്നും കൂടി ക്രിസ്ത്യാനിറ്റിയെ റീഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട് മാത്യു അർണോൾഡ്. ഓക്കെ, കംപ്ലീറ്റ്ലി ഒരു തിയോളജിക്കൽ സെൻസിൽ നിന്ന് മാറിയിട്ട് ഒരു മോറൽ ആംഗിൾ കൂടിയും ഒരു എത്തിക്കൽ സെൻസും കൂടി കൊണ്ടുവരുവാണ് ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ, അതില് മാത്യു അർണോൾഡ് ഈ ഒരു ഫ്രേസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു. അതിന്റെ അർത്ഥം എന്താണ്? റിലീജിയൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാവേണ്ട ഒരു ഇന്നർ മോറൽ കോൺഷ്യസ്നെസ് ആണ്. ഓക്കെ, അല്ലാണ്ട് വെറും എന്റെ റിലീജിയൻ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞാനിത് ചെയ്യില്ല എന്നതിന് പകരം നമ്മുടെ ഉള്ളിലൊക്കെ ഇത് തെറ്റാണ്, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ആ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടല്ലോ, അതിനെയാണ് ഈ ഒരു റിലീജിയൻ എന്ന് മാത്യു അർണോൾഡ് പറഞ്ഞത്. അതാണ് നമ്മൾ ഈ ഒരു എത്തിക്കൽ സെൻസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്തിട്ടുള്ളത്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് വിത്തിൻ യു. ഓർക്കുക, ലിറ്ററേച്ചർ ആൻഡ് ഡോഗ്മയിൽ നിന്നാണ്. ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻസും കൂടി ഒന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ ബാക്കിയുള്ള വർക്ക്സ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എസ്സേസ് ക്രിറ്റിസിസം, ഈ ഒരു വർക്ക് ഇതൊരു ലിറ്റററി എസ്സേസിന്റെ ഒരു കളക്ഷൻ ആണ്. ഓക്കെ, ഇത് ഫോക്കസ് ചെയ്യുന്നത് ലിറ്റററി ക്രിറ്റിസിസമിലാണ്. ഓൾസോ അർണോൾഡിന്റെ ഡിസ്ഇൻട്രസ്റ്റഡ്നെസ് എന്നുള്ള ഈ ഒരു ഐഡിയയെ അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. എസ്സേസ് ക്രിറ്റിസിസമിലാണ് ഡിസ്ഇൻട്രസ്റ്റഡ്നെസിന്റെ ആ ഒരു ഐഡിയ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് മാത്യു അർണോൾഡ്. ഓക്കെ, പിന്നെ കൾച്ചർ ആൻഡ് അനാർക്കിയാണ് വെരി വെരി ഇമ്പോർട്ടന്റ് വർക്ക്. 1869 വർക്കാണ്, ഒരു സോഷ്യോ കൾച്ചറൽ ക്രിട്ടിക് ആണ്. ഇതിലാണ് അർണോൾഡ് എന്ത് ചെയ്യുന്നത്, സൊസൈറ്റിയെ ഫിലിസ്റ്റൈൻ ആയിട്ടും ബാർബേറിയൻസ് ആയിട്ടും പോപ്പുലേസ് ആയിട്ടും ഒക്കെ ഡിവൈഡ് ചെയ്യുന്നത്. പെട്ടെന്നൊന്ന് പറയൂ, ആരാണ് ഈ ഫിലിസ്റ്റൈൻസ്, ബാർബേറിയൻസ്, പോപ്പുലേസ് എന്ന് പെട്ടെന്ന് പറയൂ, ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ, ബാർബേറിയൻസ്, അരിസ്റ്റോക്രേറ്റ്സ്. യെസ്, ഫിലിസ്റ്റൈൻ, മിഡിൽ ക്ലാസ്, പോപ്പുലേസ്. യെസ്, ഓക്കെ, വെരി ഗുഡ്. സോ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. Now moving on to ഓക്കെ, സ്റ്റഡി ഓഫ് പോയിട്രി 1880 വർക്കാണ്. ഇതിലാണ് അർണോൾഡിന്റെ ടച്ച് സ്റ്റോൺ മെത്തേഡ് വരുന്നത്. ടച്ച് സ്റ്റോൺ അർണോൾഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് എല്ലാം നിങ്ങൾ ഓർത്തിരിക്കണം. ഡിസ്ഇൻട്രസ്റ്റഡ്നെസ് ആവട്ടെ, ഫിലിസ്റ്റൈൻ ബാർബേറിയൻസ് പോപ്പുലസ് ആവട്ടെ, ടച്ച് സ്റ്റോൺ മെത്തേഡ് ആവട്ടെ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു പോയട്രി അല്ലെങ്കിൽ ഒരു പോയട്രി നമ്മൾ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ടച്ച് സ്റ്റോൺ ആയിട്ട് ചില ക്ലാസിക്കൽ ആയിട്ട്, യെസ്, കമ്പാരിസൺ ആണ്. യെസ്, ക്ലാസിക്കൽ ആയിട്ട് ചില ഗ്രേറ്റ്സ് അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് അല്ലെങ്കിൽ അവർ യൂസ് ചെയ്തിട്ടുള്ള അവരുടെ പോയട്രിയിൽ ഒരു ഭാഗമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം എന്നുള്ള രീതിക്കൊക്കെ പറയുന്നതിനെയാണ് ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് അർണോൾഡ്. ഓക്കെ, സോ ഇത് നിങ്ങൾ ഓർത്താൽ മതി. അർണോൾഡ് ലിറ്റററി കൾച്ചറൽ ക്രിറ്റിസിസം 1860s നിന്നും തിയോളജിക്കൽ റൈറ്റിംഗ്സിലോട്ട് ഷിഫ്റ്റ് ആവുന്നുണ്ട് 1870s ഒക്കെ ആവുന്ന സമയത്ത്. അവിടെയാണ് നമ്മൾ ഈ ലിറ്ററേച്ചർ ആൻഡ് ഡോഗ്മ ഒക്കെ കാണുന്നത്. 1873 ലിറ്ററേച്ചർ ആൻഡ് ഡോഗ്മ ഉള്ളത്. ഓക്കെ, now moving on to our next question. Which of the following in-text citations is incorrect in MLA format? അത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ വായിക്കൂ, എന്നിട്ട് ഏതാണ്
ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നോക്കുക. ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈസിയാണിത്. ഇതിൽ ഞാൻ എക്സ്പ്ലനേഷൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ ഇങ്ങോട്ട് പറയൂ എന്തുകൊണ്ടാണ് ഈ ഒരു ബി ഇൻകറക്റ്റ് ആണെന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ തന്നെ പറയൂ. ധാരൻ കൊടുക്കുന്നുണ്ട്. യെസ്, റിപ്പീറ്റേഷന്റെ ആവശ്യമില്ല നമ്മൾ MLA ഫോർമാറ്റില് പാരന്തസിസ് കൊടുക്കുന്ന സമയത്ത് അല്ലേ. ഓക്കെ, വെരി ഗുഡ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് അക്കോർഡിംഗ് ടു നവോമി ബാരൻ എന്നുള്ളത് സ്റ്റേറ്റ്മെന്റിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു സമയത്ത് ബാരൻ 194 കൊടുക്കണ്ട, പകരം എന്ത് കൊടുത്താൽ മതി? എങ്ങനെയാണ് അത് ശരിക്കും വേണ്ടത്? യെസ്, 194 മാത്രം മതി. വെരി ഗുഡ്. ഓക്കെ ഓക്കെ. സോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇൻഡെപ്ത് ആയിട്ട് പോകുന്നില്ല. നമ്മൾ സൈറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് സൈറ്റേഷൻ കൊടുക്കുമ്പം ഇങ്ങനെ കറക്റ്റ്, ഇപ്പം അയാളുടെ പേര് വെച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെന്റിൽ ആ പേര് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പാരന്തറ്റിക്കൽ സൈറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് ആ ഒരു പേജ് നമ്പർ അത് മാത്രം കൊടുത്താൽ മതി. അയാളുടെ പേര് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റും നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഇപ്പൊ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ലെമറി ആൻഡ് കോർബാച്ച് 45, അത് കറക്റ്റ് ആണ്. ഓക്കെ, ഇവരുടെ പേര് ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഇനി ബാക്കി നോക്കുവാണെങ്കിൽ ഇവിടെ പേര് കൊടുത്തിട്ടുണ്ട്, നമ്പർ മാത്രമേ പാരന്തറ്റിക്കൽ സൈറ്റേഷനിൽ വന്നിട്ടുള്ളൂ. സി കറക്റ്റ് ആണ്. ഓക്കെ, സോ ഡിയും കറക്റ്റ് ആണ്. ഇങ്ങനെയാണ് ബാക്കിയുള്ള എല്ലാം കറക്റ്റ് ആണ്, ബി മാത്രമാണ് ഇഷ്യൂ ഉള്ളത്. സൈറ്റേഷൻസും അതുപോലെ തന്നെ റീസെർച്ച് മെത്തഡോളജിന്റെ ആ ഒരു ഭാഗത്തിൽ നിന്ന് MLA 8th 9th പറയുന്ന മാറ്റങ്ങൾ, എസ്പെഷ്യലി സൈറ്റേഷൻസ് തന്നിട്ട് ക്വസ്റ്റ്യൻസ് വളരെയധികം ചോദിക്കാം. അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തറവാവണം. സൈറ്റേഷൻസ് എങ്ങനെയാണ് വരുന്നത്, എവിടെയാണ് എറർ ഉണ്ടാവുന്നത്, MLA എന്താണ് പറയുന്നത് എന്നൊക്കെ ക്ലിയർ ആവണം കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു തേർഡ് ക്വസ്റ്റ്യൻ. Which of the following is not one of the conceptions of Dalit aesthetics given by Sharan Kumar Limbale? Human being are first and foremost human. This is Satyam. The liberation of human being is Shivam. The humanity of human being is Sundaram. The equality, liberty, justice, and fraternity of human beings are Satyam and Sundaram. Dalit aesthetics എന്ന് പറയുമ്പോൾ Dalit aesthetics ഒരു വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ ആണ് ശരൺ കുമാർ ലിംബാലെ. യെസ്, ബി ആണ് എല്ലാവരും പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ കൊടുത്തിട്ടുള്ളത് വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് വൺ ഓഫ് ദി കൺസെപ്ഷൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇതിൽ ഏതാണ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും കൺഫ്യൂസ് ആയി പോകരുത്. നമുക്ക് എക്സാമിന് എപ്പോഴും പറ്റാറുള്ളതും NT എപ്പോഴും നമ്മൾ ട്രിക്ക് ചെയ്യാനും ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ഈ നോട്ടും ഇൻകറക്റ്റ് ഒക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യണം. ഓക്കെ, ഇനി എന്താണ് ഈ സത്യം ശിവം സുന്ദരം ബൈ ശരൺകുമാർ ലിംബാലെ? ഇത് ഏത് വർക്കിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുന്നത്? ശരൺകുമാർ ലിംബാലെ ദളിത് എസ്തെറ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ ഏത് വർക്കാണ് നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത്? ഓക്കെ, കർമ്മശുണ്ട്. എസ്പെഷ്യലി ദളിത് എസ്തെറ്റിക്സിനൊക്കെ കുറിച്ച് പറയുന്ന ഒരു വർക്ക് ഏതായിരുന്നു? Towards an aesthetics of Dalit literature. Okay, very good. Now ഇതിന്റെ explanation നോക്കാം. Okay. സോ ശരൺ കുമാർ ലിംബാലയുടെ വർക്ക് ടുവേർഡ്സ് ആൻ എസ്തെറ്റിക് ഓഫ് ദളിത് ലിറ്ററേച്ചറിലാണ് ഇത് പറയുന്നത്. അതായത് ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ പൊതുവെ ഈ ഒരു സത്യം ശിവം സുന്ദരം എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ട്രൂത്ത്, വെൽഫെയർ, ബ്യൂട്ടി എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു.
അത് ഒരു ദളിത് പെർസ്പെക്റ്റീവിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ് ശരൺകുമാർ ലിംബാലെ. ഓക്കെ, അപ്പം ഇതെല്ലാം ഒന്ന് റീഡിഫൈൻ ചെയ്യുന്നുണ്ട് ടുവേർഡ്സ് ആൻ ഇസ്തെറ്റിക് ഓഫ് ദളിത് ലിറ്ററേച്ചറിൽ. അപ്പം സത്യം ഇതാണ്, ശിവം ഇതാണ്, സുന്ദരം ഇതാണ് എന്നുള്ള രീതിക്ക് ശരൺകുമാർ ലിംബാലയുടെ ഒരു റീഇന്റർപ്രിട്ടേഷൻ ആണ് നമ്മൾ കാണുന്നത്. അപ്പം ആദ്യം ഇങ്ങനെ പറയുന്നുണ്ട്, ഹി സ്റ്റേറ്റ്സ് ദാറ്റ് ഹ്യൂമൻ ബീങ്സ് ആർ ഹ്യൂമൻ ഫസ്റ്റ്, അതാണ് സത്യം. ഓക്കെ, അവരുടെ ലിബറേഷൻ ആണ് ശിവം, അതായത് ഗുഡ്നസ് വെൽഫെയർ എന്ന് പറയുന്ന ശിവം ഇസ് ദിയർ ലിബറേഷൻ, ആൻഡ് ഹ്യൂമാനിറ്റീനെയാണ് നമ്മൾ സുന്ദരം എന്ന് പറയുന്നത്. ഈ രീതിക്ക് റീഡിഫൈൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള എയും ബിയും സിയും കറക്റ്റ് ആണ്, ഡി കംപ്ലീറ്റ്ലി റോങ് ആണ്. ലിബർട്ടി, ജസ്റ്റിസ്, ഫ്രട്ടേണിറ്റി ഒക്കെ ലിബാലെ മേ ബി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണെങ്കിൽ കൂടെ അതല്ല ഇതിൽ പറയുന്നത്. ഓക്കെ, so I hope that is clear for you. Next question. Match the following on. Okay. Match the following authors with their critical works on Canadian literature. Lawrence Riconde, John Moss, Margaret Atwood, D.G. Jones, Butterfly on Rock, Survival, Patterns of Isolation, Vertical Man, Horizontal World. അറിയാവുന്നത് വേഗം മാച്ച് ചെയ്യുക. ഇതാണ് മാച്ച് ദ ഫോളോയിങ് ഒക്കെ കിട്ടിയാൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം. അറിയാവുന്ന കാര്യം പെട്ടെന്ന് മാച്ച് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാവുന്ന ഒരു കാര്യം ഏതാ? സർവൈവൽ ആരുടേതാണ്? സർവൈവൽ ആറ്റ്വുഡിൻ്റെതാണ്. വെർട്ടിക്കൽ മാൻ, ഹൊറിസോണ്ടൽ വേൾഡ് ആരുടേതാണെന്ന് അറിയാം? ഓക്കെ, മാർഗരറ്റ് ആറ്റ്വുഡിൻ്റെതാണ്. സർവൈവൽ എന്ന് പറയുന്ന സമയത്ത് തന്നെ രണ്ട് ഓപ്ഷനിലോട്ട് ചുരുങ്ങുന്നുണ്ട്, പിന്നെ ബാക്കിയുള്ളത് നോക്കിയാൽ മതി. ഓക്കെ, ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് കിട്ടുവാണെങ്കിൽ ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. അറിയാവുന്നതേ പെട്ടെന്ന് മാച്ച് ചെയ്യും. ചിലപ്പോൾ അത് തന്നെ ഉണ്ടാവും കുറച്ച് ഓപ്ഷൻസിൽ, പക്ഷെ അതല്ലാത്ത ഓപ്ഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നോക്കാം നമുക്ക്. ഇതെല്ലാം വരുന്നത് കനേഡിയൻ ഫിക്ഷനിലാണ്. നമ്മൾ കനേഡിയൻ ലിറ്ററേച്ചർ പഠിക്കുമ്പം ഈ ഒരു ഭാഗത്തിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ ചില ടേമിൽ ചില രീതിക്ക് ക്വസ്റ്റ്യൻസ് അതിൽ വരാറുണ്ട്. 1 or 2 ക്വസ്റ്റ്യൻസ് എന്തായാലും ഏതെങ്കിലും തരത്തിൽ അത് യൂറോപ്യൻ ലിറ്ററേച്ചറിൽ നിന്ന് വരുന്നുണ്ടോ. ഓക്കെ, സോ ലോറൻസ് റിക്കോർഡ് ആണ് വെർട്ടിക്കൽ മാൻ, ഹൊറിസോണ്ടൽ വേൾഡ്. ഓക്കെ, അതിലെന്താണ് പറയുന്നത്? അതിലൊരു റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത്. ഒരു കനേഡിയൻ പ്രേരി ലാൻഡ്സ്കേപ്പ്, ആ ഒരു കനേഡിയൻ ലാൻഡ്സ്കേപ്പും ആ ഒരു ലിറ്റററി ഇമാജിനേഷനും ഒക്കെ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ആണ് അതിൽ കാണിക്കുന്നത്. പിന്നെ ജോൺ മോസിന്റെ പാറ്റേൺസ് ഓഫ് ഐസൊലേഷൻ. ഓക്കെ, അതിൽ അലീനേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, കനേഡിയൻ ഫിക്ഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ അലീനേഷൻ ഒരു സെൻട്രൽ മോട്ടീഫായിട്ട് പല സമയത്തും വരാറുണ്ട്. ഓക്കെ, അതിൽ ഈ ഒരു അലീനേഷനെ കുറിച്ചിട്ട് ഒന്നുകൂടി എക്സ്പ്ലോർ ചെയ്യുന്നത് നമുക്ക് കാണാം. മാർഗരറ്റ് ആറ്റ്വുഡിന്റെ സർവൈവൽ. ഓക്കെ, ഇത് സർവൈവൽ ഓൾസോ അനദർ സിമ്പിൾ ഓഫ് കനേഡിയൻ ലിറ്ററേച്ചർ ആണ് ഈ ഒരു സർവൈവൽ. മാർഗരറ്റ് ആറ്റ്വുഡിന്റെ സർവൈവൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ്. D.G. ജോണസിന്റെ ബട്ടർഫ്ലൈ ഓൺ റോക്ക് എക്സ്പ്ലോർസ് കൾച്ചറൽ ഐഡന്റിറ്റി ആൻഡ് ലിറ്റററി ഡെവലപ്മെന്റ്. ഓക്കെ, അതിന് കൾച്ചറൽ ഐഡന്റിറ്റിയും ലിറ്റററി ഡെവലപ്മെന്റിന്റെ കാര്യമൊക്കെയാണ് ആ ഒരു ബട്ടർഫ്ലൈ ഓൺ റോക്കിൽ പറയുന്നത്. ഈ ഒരു വർക്ക്സും ഇവരൊക്കെ ഒന്ന് ഓർത്ത് വെക്കും കേട്ടോ. ആറ്റ്വുഡിന് എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. കനേഡിയൻ ഏതെങ്കിലും തരത്തിൽ മാച്ച് ദ ഫോളോയിങ്ങോ എന്തെങ്കിലും ഒരു വർക്ക് ആയിട്ടൊക്കെയാണ് വരാറുള്ളത്. അതുകൊണ്ട് ഇപ്പോഴേ പറയാണ്, ആറ്റ്വുഡിന്റെ വർക്ക്സ് ഒക്കെ ഇൻഡെപ്ത് ആയിട്ട് വർക്ക്സ് എല്ലാം നോക്കണം എന്നല്ല, പക്ഷെ നെയിം എങ്കിലും കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. നിങ്ങൾ ഈ ഒരു സെഷനൊക്കെ ഇരിക്കുമ്പോൾ ഒരു നോട്ട്ബുക്ക് ഒരു പെന്നൊക്കെ ആയിട്ട് ഇരിക്കണം കേട്ടോ. കാരണം ഇങ്ങനെ ഞാൻ പറയുന്ന ഇവർ ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ പറയുന്ന സമയത്ത് ജസ്റ്റ് ആ ഒരു ടൈമിൽ ആ ഒരു പേര് നോട്ട് ചെയ്ത് വെക്കുക. സെഷന് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അവരുടെ ഹാൻഡ് മെയ്ഡ് സ്റ്റേ, വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾ അവരുടെ ഈ ഒരു വർക്ക്സ് അവരുടെ പേര് അടിച്ചിട്ട് ഗൂഗിൾ സെർച്ച് എങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ AI-യിലെങ്കിലും ചോദിച്ചിട്ട് ആ ഒരു വർക്ക്സ് ഏതാണെന്നെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ഓക്കെ, സോ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, കറക്റ്റ് ആൻസർ A ആയിരുന്നു കേട്ടോ. Now moving on to our next question.
മാച്ച് ദി ഫോളോവിങ് ലിറ്റററി, വീണ്ടും ഒരു മാച്ച് ദി ഫോളോവിങ് ആണ്. മാച്ച് ദി ഫോളോവിങ് ലിറ്റററി ആൻഡ് കൾച്ചറൽ ടേംസ് വിത്ത് ദെയർ മീനിങ്സ്. ഇത് എക്സാമിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫെറൽ, ഗ്രാൻഡ് നാരേറ്റീവ്, ഗെയ്സ്, ഡൈജസിസ്. നമുക്കിതിൽ പെട്ടെന്ന് മാച്ച് ചെയ്ത് പോകാൻ പറ്റും. വിഷ്വൽ പ്ലഷർ എന്താ? വിഷ്വൽ പ്ലഷർ ആൻഡ് ഒബ്ജക്ടിഫിക്കേഷൻ എവിടെയായിരിക്കും വരുന്നത്? യെസ്, ഗെയ്സ് ആണ്. ഓക്കെ, നൗ ഡൈജസിസ് എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്? ഡൈജസിസ് എന്ന് നമ്മൾ പറയുന്നത് എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്? നാരേഷൻ. ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾ പൊതുവെ ഫെറൽ എന്നുള്ള ഈ ഒരു വാക്ക് യൂസ് ചെയ്യാറ് ഏതൊരു സിറ്റുവേഷനിലുള്ള സമയത്താണ്? ഒരു വൈൽഡ് ആയിട്ടുള്ള കാര്യത്തിന് പറയാൻ വേണ്ടിയിട്ടാണ് പറയാറുള്ളത്. അപ്പൊ അതെല്ലാം വെച്ചിട്ടൊന്ന് മാച്ച് ചെയ്യാനുള്ളൂ. യെസ്, ആനിമൽ. ഓക്കെ, ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈസിലി മാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഫെറൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്റ്റേറ്റ് ബിറ്റ്വീൻ ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളയും വൈൽഡ് ആയിട്ടുള്ളയും അതിന്റെ ആ ഒരു നടുക്കുള്ള ആ ഒരു സ്റ്റേറ്റിനെയാണ് എന്ത് പറയുന്നത്? ഫെറൽ എന്ന് പറയാം. ഓക്കെ, അൺടെയിംഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വാക്കാണിത്. ഓക്കെ, അൺടെയിംഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഗ്രാൻഡ് നാരേറ്റീവ്. ഗ്രാൻഡ് നാരേറ്റീവ് ആരുടെ കോൺസെപ്റ്റ് ആണ്? ഗ്രാൻഡ് നാരേറ്റീവ് ആരുടെ കോൺസെപ്റ്റ് ആണ്? ഇറ്റ് ഇസ് എ പോസ്റ്റ് മോഡേൺ കോൺസെപ്റ്റ് ബൈ ലിയോട്ടാർഡിന്റെ കോൺസെപ്റ്റ് ആണ് ഗ്രാൻഡ് നാരേറ്റീവ്. ഓക്കെ, ഇറ്റ് റെഫേഴ്സ് ടു ദി ടോട്ടലൈസിങ് ഐഡിയോളജിക്കൽ എക്സ്പ്ലനേഷൻ. ഇങ്ങനെ ഹ്യൂമനിസമിനെ പോലെ അങ്ങനെ ഒരു വലിയ കോൺസെപ്റ്റിനൊക്കെ പറയാവുന്നതിന് യൂസ് ചെയ്യുന്നതിനെയാണ് ഗ്രാൻഡ് നാരേറ്റീവ്. ഗെയ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗെയ്സ് ആരുടെ കോൺസെപ്റ്റ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു സംശയവും വരരുത്. ഈ ഒരു പോയിന്റിൽ ആരുടേതാണ്? യെസ്, ലോറ മൾവേ. ഓക്കെ, ഇത് ഒരു ഫെമിനിസ്റ്റ് ഫിലിം, ആ ഒരു ഫെമിനിസ്റ്റ് ഫിലിം തിയറിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ലോറ മൽവേയുടെ. അവിടെ എങ്ങനെയാണ് പറയുന്നത്, എങ്ങനെയാണ് വിമൺ എപ്പോഴും ഒബ്ജക്ട്സ് ഓഫ് പ്ലഷർ ആയിട്ട് എപ്പോഴും വിഷ്വൽ പ്ലഷറിന്റെ ഒരു ഒബ്ജക്ട്സ് ആയിട്ട് എപ്പോഴും പോർട്രേ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ലോറ മൽവേ പറയുന്നത്. ഓക്കെ, ആൻഡ് ഡൈജസിസ് എന്ന് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നാരറ്റോളജി, നറേഷൻ എന്നുള്ള കാര്യം പെട്ടെന്ന് ഓർമ്മ വരണം. ഓക്കെ, സോ ഇതൊരു നാരറ്റോളജിക്കൽ ടേം ആണ്. ഒരു സ്റ്റോറിയുടെ ഇവന്റ് ഒക്കെ നടക്കുന്നതിന്റെ ആ ഒരു ഇന്റേണൽ യൂണിവേഴ്സ് ഉണ്ടല്ലോ, അതിനെയാണ് ഡൈജസിസ് എന്ന് പറയുന്നത്. ഒരു നാരറ്റോളജിക്കൽ ടേം ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, സോ ഇത് ഈസി ആയിട്ടുള്ള ഒന്നായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അടുത്തത്, ഇപ്രാവശ്യം കഴിഞ്ഞ എക്സാം ക്യാൻസൽ പോയ എക്സാം ഇല്ലാത്തതായിട്ടും ഇനി നമ്മൾക്ക് കുറച്ചൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. പക്ഷെ പൊതുവെ അസേഷൻ റീസണിൽ കഴിഞ്ഞ ഈ ഒരു എക്സാം നോക്കുവാണെങ്കിൽ കുറെ സബ്ജക്ട്സിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഇതിന് മുന്നത്തെ ടേമിൽ ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു കാര്യമാണിത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് അറിയില്ല, എന്തായാലും പ്രിപ്പയർഡ് ആയിട്ട് നിൽക്കും. സോ ഫസ്റ്റ് വൺ, assertion. The best known cycles of miracle or mystery plays come from York, Wakefield, and Chester. Reason: King Alfred encouraged the use of the vernacular in the late 9th century, but he made it clear that this was very much second best, necessitated by the deplorably low standards of Latin learning in his kingdom. ഇങ്ങനെ ഒരുപാട് വലിയ സ്റ്റേറ്റ്മെന്റ് ഒക്കെ തരുന്ന സമയത്ത് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആകാതെ പോവാണ്ട് അതെന്താ പറയുന്നത് എന്നുള്ളതൊന്ന് ജസ്റ്റ് ക്ലിയർ ആയിട്ടൊന്ന് ഒരു സമാധാനത്തോടെ വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ആദ്യം തന്നെ ഈ ഒരു രണ്ട് തന്നിട്ടുള്ള അസേഷൻ റീസൺ തരുന്ന സമയത്ത് എന്താണ് പറയുന്നത്? അസേഷൻ ട്രൂ ആണോ റീസൺ ട്രൂ ആണോ നോക്കാനാണ്. അസേഷൻ നോക്കാം. ബെസ്റ്റ് നോൺ സൈക്കിൾസ് ഓഫ് മിറക്കിൾ ഓർ മിസ്റ്ററി പ്ലേസ് കം ഫ്രം യോർക്ക്, വേക്ക്ഫീൽഡ്, ചെസ്റ്റർ. നമ്മൾ മിറക്കിൾ മിസ്റ്ററി പ്ലേസും പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് അറിയാവുന്ന മിറക്കിൾ മിസ്റ്ററി പ്ലേസ് ഒക്കെ ഇവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. ട്രൂ ആണോ ഫോൾസ് ആണോ? ട്രൂ ആണ്. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് വൺ,
King Alfred encouraged the use of the vernacular in the late 9th century. അവിടെ കറക്റ്റ് ആയിട്ട് സെഞ്ചുറി കൊടുക്കുന്നുണ്ട്. കിങ് ആൽഫ്രഡ് വെർണാക്യുലർ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ലേറ്റ് 9th സെഞ്ചുറിയിൽ. പക്ഷെ ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ബട്ട് വെർണാക്യുലർ എപ്പോഴും സെക്കൻഡ് ബെസ്റ്റ് ആണ് എന്നുള്ളതും ഓക്കെ എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിയാം കിങ് ആൽഫ്രഡ് വെർണാക്യുലറിന് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ എവിടെയോ പഠിച്ചിട്ടുണ്ട്. അതും ട്രൂ ആണ്. ഓക്കെ, എവിടെയാണ് ഇതിന്റെ പ്രശ്നം കിടക്കുന്നത്? മിറക്കിൾ മിസ്റ്ററി പ്ലേസ് ഒക്കെ ഏത് സെഞ്ചുറിയിലാണ് വരുന്നത്? അല്ല, ഏത് ടൈം പീരിയഡിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് മിറക്കിൾ മിസ്റ്ററി പ്ലേസ് ഒക്കെ? എവിടെയാണ് നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നത്? 14 to 16 സെഞ്ചുറീസ് മിഡിൽ ഇംഗ്ലീഷ്, നമ്മൾ ആ തുടക്കത്തില് ഏർലി ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എന്നുള്ള ആ ഭാഗം, ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു മിഡിൽ ഇംഗ്ലീഷ് ഒക്കെ ആവുന്ന സമയത്താണ് നമ്മൾ ഈ മിറക്കൽ മിസ്റ്ററി പ്ലേസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അത്രയും മുന്നേ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് കിങ് ആൽഫ്രഡിന്റെ ഈ ഒരു 9th സെഞ്ചുറി എന്ന് കൊടുത്തിട്ടുണ്ട്. നെറ്റ് UGC നെറ്റ് NTA പൊതുവെ നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ അസേഷൻ റീസണിലൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. 2 സെഞ്ചുറീസിലൊക്കെ കാര്യം പറയാം, എന്നിട്ട് അവർ തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയ ബന്ധമുള്ള രീതിക്കാക്കാം. പക്ഷെ നമ്മൾ കൺഫ്യൂസ് ആയി പോവില്ല. ഓക്കെ, സോ ബി വെരി കെയർഫുൾ അബൌട്ട് ഓൾ ഓഫ് ദിസ്. ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും ട്രൂ ആണെങ്കിലും ഇത് ഒരിക്കലും എക്സ്പ്ലനേഷൻ ആവില്ല. ഓക്കെ, സോ ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഓക്കെ, തോമസ് ഹാർഡി. വെരി 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 റിപ്പീറ്റഡ് ക്രോണോളജി. തോമസ് ഹാർഡിയുടെ വർക്ക്സ് ഓർഡർ ഓഫ് ദെയർ പബ്ലിക്കേഷൻ ക്രോണോളജിക്കൽ ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് ട്രംപറ്റ് മേജർ ഉണ്ട്, ഹാൻഡ് ഓഫ് എത്തൽബർട്ട് ഉണ്ട്, ടെസ് ഓഫ് ദി ഡ്യൂബവലീസ് ഉണ്ട്, ഗുഡ്ലാൻഡേഴ്സ് ഉണ്ട്, റിട്ടേൺ ഓഫ് ദി നേറ്റീവ് ഉണ്ട്. ആദ്യം തന്നെ ഏതാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത്? ലാസ്റ്റ്, ഏറ്റവും ലാസ്റ്റ് എന്തായാലും ഏതാ വരിക? ഓക്കെ, ഇതായിരുന്നു ഏറ്റവും ലാസ്റ്റ്. നമ്മൾ നോക്കുകയാണെങ്കിൽ തോമസ് ഹാർഡി ഏതായിരിക്കും വരുന്നത് എപ്പോഴും? ഇതിലില്ലാത്തതാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. ഏതോ ഒരു വർക്ക് എഴുതിയതിനു ശേഷം ഒരുപാട് ഭയങ്കര കോൺട്രവേഴ്സി ഒക്കെ, ടെസ്റ്റും കോൺട്രവേഴ്സി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലും യെസ്, ജൂഡ് ദി ഒബ്സ്ക്യൂർ. ഓക്കെ, വെരി ഗുഡ്. അപ്പം ജൂഡ് ദി ഒബ്സ്ക്യൂറും ടെസ് ഓഫ് ദി ഡ്യൂബവലീസ് ഒക്കെ കാണുവാണെങ്കിൽ അത് ലാസ്റ്റ് ആണ് എന്നുള്ളത് പെട്ടെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഇതിൽ ടെസ് സി വരുന്നത്, അപ്പം സി നമുക്കറിയാവുന്നത് കൊണ്ട് തന്നെ 3 ഓപ്ഷനിൽ ഇപ്പൊ സി കിടപ്പുണ്ട്. ഓക്കെ, സോ സി ഇവിടെ കാണാം. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കുറച്ചും കൂടി ഒരു ഏർലിയർ ആയിട്ടുള്ള വർക്ക് ഏതാണ് വന്നിട്ടുണ്ടാവുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, ഹാൻഡ് ഓഫ് എത്തൽബർട്ട ഒരു സോഷ്യൽ സെറ്റയർ ആണ്. 1876 വന്നിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം റിട്ടേൺ ഓഫ് ദി നേറ്റീവ് ഒരു 1878 വെസെക്സ് നോവലാണ് റിട്ടേൺ ഓഫ് ദി നേറ്റീവ്. ട്രംപറ്റ് മേജർ 1880 ഒരു ഹിസ്റ്റോറിക്കൽ നോവലാണ്. ഗുഡ് ലാൻഡേഴ്സ് ഒരു ട്രാജിക് റൂറൽ നോവലാണ്. ടെസ് ഓഫ് ദി ഡ്യൂബവലീസ് തോമസ് ഹാർഡിയുടെ തന്നെ ഒരു മാസ്റ്റർ പീസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരു വർക്കാണ്. 1891 വർക്കാണ്. ഓക്കെ, എനിക്ക് നിങ്ങളോട് ഇപ്പോഴേ പറയാനുള്ളത്, ഈ ഒരു സെഷൻ കഴിഞ്ഞ ഉടനെ ഞാൻ തരാൻ പോകുന്ന നിങ്ങൾക്കുള്ള ഒരു ടാസ്ക്, തോമസ് ഹാർഡിയുടെ എല്ലാ വർക്കും ക്രോണോളജിക്കൽ ഓർഡറിൽ ഒരു ഷീറ്റിൽ ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതണം. ഓക്കെ, എഴുതിയതിനു ശേഷം നിങ്ങൾ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ അതൊന്ന് ഷെയർ ആക്കാം കേട്ടോ. ഓക്കെ, ചെയ്യില്ലേ? എന്തായാലും ഹാർഡി പല തരത്തില് പല വർക്ക്സ് ആയിട്ട് ക്രോണോളജി ചോദിക്കാറുണ്ട്. കഴിഞ്ഞ ക്യാൻസൽ ആയിട്ടുള്ള എക്സാമിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? യെസ്, സോ ചെയ്യില്ലേ? എഴുതില്ലേ നിങ്ങൾ? യെസ്, ഓക്കെ, ഗുഡ്. ഇത് നേരത്തെ പറഞ്ഞ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. യെസ്,
ടെസ്സും ജൂഡും എന്തായാലും ലാസ്റ്റിക്കാണ് വരിക. ടെസ്സും ജൂഡും ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ ടെസ്സിന് ശേഷമാണ് ജൂഡ്. ഓക്കെ, now moving on to our eighth question. ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ആ ഒരു December 25 ടേമിൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ. Which of the following seasons does Northrop Frye in his Anatomy of Criticism not indicate the correspondent genres? The mythos of spring, comedy; mythos of summer, romance; mythos of fall, tragedy; mythos of winter, satire. നമുക്ക് നോക്കുമ്പോൾ എല്ലാം ശരിയായിരുന്നു. അപ്പൊ എക്സാം ഹാളിൽ എല്ലാവരും വളരെ കൺഫ്യൂസ്ഡ് ആയി പോയിട്ടുണ്ടായിരുന്നു, ഇത് എന്താണ് ഇതിലെ പ്രശ്നം എന്നുള്ളത്. പ്രശ്നം പിന്നീട് ആൻസർ കീ വന്ന സമയത്തൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. മിത്തോസ് ഓഫ് വിന്റർ, സെറ്റയർ ആൻഡ് ഐറണി വരുന്നുണ്ട്. ഓക്കെ, now moving on to it. Anatomy of Criticism, Northrop Fryeന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ്. 1957 വർക്കാണ്. അതിൽ കറക്റ്റ് ആയിട്ട് നോർത്രപ്പ് ഫ്രൈ എന്താണ് ചെയ്യുന്നത്? 4 നാരറ്റീവ് കാറ്റഗറീസ് മിത്തോയി പല പല സീസൺ ആയിട്ട് ലിങ്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സ്പ്രിങ്ങിനെ കോമഡി ആയിട്ടും, സമ്മറിനെ റൊമാൻസ് ആയിട്ടും, ഫോളിനെ ട്രാജഡി ആയിട്ടും, വിന്ററിന് ഐറണിയും സെറ്റയർ ആയിട്ടും അതിൽ പറയുന്നുണ്ട്. ഇതിലെ പ്രശ്നം എന്താന്ന് വെച്ചാല് മിത്തോസ് ഓഫ് വിന്ററിൽ സെറ്റയർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അത് ഇൻകംപ്ലീറ്റ് ആണ്. ഓക്കെ, കറക്റ്റ് ആയിട്ട് സെറ്റയറും വിന്ററും എന്നുള്ളത് വേണ്ടിയിരുന്നു. ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് തന്നെ ബാക്കിയുള്ളതൊക്കെ ശരിയാണല്ലോ. നമുക്ക് തോന്നിയ സമയത്ത് തന്നെ ഏതിലാണ് ഒരു ഇൻകംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. എക്സാമിന്റെ സമയത്ത് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയി പോവുകയാണെങ്കിൽ ഇങ്ങനൊരു നമുക്ക് ഉറപ്പായിട്ടുള്ള 3 കാര്യം അവിടെ ഉണ്ടെങ്കിൽ ഒരു ഡൗട്ട് ഇങ്ങനെ ചെറുതായിട്ട് വരുന്നുള്ള കാര്യം ചൂസ് ചെയ്യുക. സൗണ്ട് പോകുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? ഹലോ ഹലോ. ഓക്കെ, നെക്സ്റ്റ് വൺ. Which of the following definitions of various social variation in language is incorrect? Convergence is a speech style that attempts to reduce social distance and use forms that are similar to those used by the person you are talking to. A register is a conventional way of using language that is appropriate in a specific context. Slang describes words or phrases that are used instead of more everyday terms. Jargons are words and phrases often involving body parts, bodily function, sexual acts, etc. നമുക്ക് പെട്ടെന്ന് നമുക്ക് ഈ ഒരു ആൻസർ കിട്ടാം. യെസ്, ഡി ആണെന്നുള്ളത് നമ്മൾ ബാക്കിയുള്ളതൊന്നും ശരിയാണോ അല്ലേ നോക്കി ഡി നമുക്ക് തെറ്റാണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ജാർഗൻ എന്ന് പറയുന്നത് എന്താണ് എന്നത്. ഓക്കെ, സോ ഇതിൽ കൊടുത്തിട്ടുള്ളത് ടാബു ആയിട്ടുള്ള ലാംഗ്വേജ് അല്ലെങ്കിൽ പ്രൊഫീനിറ്റീനെയാണ് ജാർഗൻ ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ജാർഗൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ടെക്നിക്കൽ വൊക്കാബുലറി, ഒരു പ്രത്യേക പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അവർ യൂസ് ചെയ്യുന്ന വൊക്കാബുലറിനെയാണ് ജാർഗൻ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ മെഡിക്കൽ ജാർഗൻ, ലീഗൽ ജാർഗൻ, ഇങ്ങനെയൊക്കെ പറയുന്നതിനാണ് ജാർഗൻ എന്ന് പറയുക. ബാക്കിയുള്ളതൊക്കെ ഇതിൽ തന്നിട്ടുള്ളത് കറക്റ്റ് ആണ്. കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്പീച്ച് സ്റ്റൈലാണ്. ഓക്കെ, സോഷ്യൽ ഡിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കുന്ന ആളുമായിട്ട് അവർക്ക് മനസ്സിലാവുന്ന സിമിലാരിറ്റി ഉള്ള രീതിക്ക് സംസാരിക്കുക, ആ ഒരു സ്പീച്ച് സ്റ്റൈലിനെയാണ് കൺവേർജൻസ് എന്ന് പറയുക. രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിന്റെ ഒരു കൺവെൻഷണൽ രീതിയാണ്. ഓക്കെ, അത് ഓരോരോ സ്ഥലത്തിനനുസരിച്ച് ഇങ്ങനെ മാറും, അതിനെയാണ് രജിസ്റ്റർ എന്ന് പറയുന്നത്. സ്ലാങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലാങ് നമുക്ക് എല്ലാവർക്കും അറിയാം, വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എവ്രിഡേ ടേംസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു സ്ലാങ്ങിനെയാണ് സ്ലാങ് എന്ന് പറയുക. ഇപ്പം യങ്ങർ സ്പീക്കേഴ്സിന് അവരുടെ സ്ലാങ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ അപ്പൊ ജാർഗൻ ആണ് ഇതിലെ മിസ്റ്റേക്ക് ഉള്ളത്. നമ്മൾ എന്താണ് അതെന്ന് പറഞ്ഞു. ഓക്കെ, next one. Arrange the following works of criticism in chronological order. Okay, ഇത് 20th century ക്രിറ്റിസിസമിലൊക്കെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
T.S. Eliotന്റെ യൂസ് ഓഫ് പോയിട്രി ആൻഡ് ദി യൂസ് ഓഫ് ക്രിറ്റിസിസം ഉണ്ട്. J.C. സ്മിത്തിന്റെ സ്റ്റഡി ഓഫ് വേർഡ്സ്വർത്ത് ഉണ്ട്. D.G. ജെയിംസിന്റെ സ്കെപ്റ്റിസിസം ആൻഡ് പോയിട്രി ഉണ്ട്. മാർജറി എൽ ബാർസ്റ്റോയുടെ വേർഡ്സ്വർത്ത് തിയറി ഓഫ് പോയറ്റിക് ഡിക്ഷൻ ഉണ്ട്. ജോസഫൈൻ മൈൽസിന്റെ പത്തറ്റിക് ഫാലസി ഇൻ ദി 19th century. ആരും പറയുന്നില്ലേ? ഇതിൽ കുറെ പുതിയ പേര് നമ്മൾ കാണുന്നുണ്ട്. അതിൽ നമുക്ക് കുറച്ചൊക്കെ ഒരു നേരത്തെ വന്നിട്ടുള്ളതാവാം ഇവരെ കൂട്ടത്തിൽ നിന്ന് എന്ന് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു പേര് ഏതാണ്? എന്നാലും ഏർലിയസ്റ്റ് എന്ന് പറയുമ്പോൾ T.S. Eliot അല്ല. ഓക്കെ, ഇതിൽ ഫസ്റ്റ് വരുന്നത് മാർജറി എൽ ബാർസ്റ്റോയുടെ വേർഡ്സ്വർത്ത് തിയറി ഓഫ് പോയറ്റിക് ഡിക്ഷൻ ആണ്. 1917 വർക്കാണ്. പിന്നെ T.S. Eliot കുറച്ച് നേരത്തെ ആയിരിക്കും വരുന്നത് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, T.S. Eliot ദ യൂസ് ഓഫ് പോയട്രി ആൻഡ് ദി യൂസ് ഓഫ് ക്രിറ്റിസിസം 1933-ലാണ്. D.G. ജെയിംസിന്റെ സ്കെപ്റ്റിസിസം ആൻഡ് പോയട്രി 1937-ലാണ്. ജോസഫൈൻ മൈൽസ് പത്തറ്റിക് ഫാലസി ഇൻ ദി 19th century 1942-ലാണ്. J.C. സ്മിത്ത് എ സ്റ്റഡി ഓഫ് വേർഡ്സ്വർത്ത് 1944-ആണ്. വേർഡ്സ്വർത്ത് എന്ന് പറഞ്ഞിട്ട് കുറെ വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ക്രിറ്റിസിസം ക്രിട്ടിക്കൽ വേർഡ്സ് ഒക്കെയാണ് ഇതിൽ തന്നിട്ടുള്ളത്. 20th century വർക്ക്സ് ഒക്കെ തന്നിട്ടുണ്ട്. കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. എന്തായാലും ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഈ ഒരു പേരും ഈ ഒരു വർക്ക്സ് എങ്കിലും നിങ്ങളൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കാട്ടോ. Now moving on to Johann Gottfried von Herder, Gethe, and Schiller experimented with new subjective modes of expression. Which movement or circle did they belong to? Storm and stress movement, hermeneutic circle, French Revolution, religious movement. Simple ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ ഇത്. ഹെർഡർ, ഗെതെ, സ്കില്ലർ ഒക്കെ ഏത് മൂവ്മെന്റിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? നോക്കാം. യെസ്, ഈ പറഞ്ഞിട്ടുള്ള ഫിഗേഴ്സ് ഒക്കെ ദേ ബിലോങ് ടു ദി സ്റ്റം ആൻഡ് ഡ്രാൻ. അതിനെയാണ് സ്റ്റോം ആൻഡ് സ്ട്രെസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇതൊരു ജർമ്മൻ ലിറ്റററി ആൻഡ് മ്യൂസിക്കൽ മൂവ്മെന്റ് ആയിരുന്നു. ലേറ്റ് 1760s ഏർലി 1780s ടൈം പീരിയഡിലായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അവരുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എക്സ്ട്രീം ഇമോഷനെ കാണിക്കുക, സബ്ജക്ടിവിറ്റി, ഓക്കെ, റെബെലിയൻ. ഓക്കെ, ഈ ഒരു എൻലൈറ്റ്മെന്റ് കാലം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന പല പല കൺസ്ട്രെയിൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനെതിരെയുള്ള റെബല്യൻ, ഇതൊക്കെയാണ് ഇവരിൽ നിന്ന് നമ്മൾ കാണുന്നത്. സോ ജർമ്മൻ ലിറ്റററി ആൻഡ് മ്യൂസിക്കൽ മൂവ്മെന്റ് ആയിരുന്നു ഇത്. സ്റ്റോം ആൻഡ് സ്ട്രെസ് അല്ലെങ്കിൽ സ്റ്റം ആൻഡ് ഡ്രാഗ്, സ്റ്റം ആൻഡ് ഡ്രാങ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഹെർഡർ, ഗെതെ, സ്കില്ലർ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, നൗ ഹെർമന്യൂട്ടിക് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെർമന്യൂട്ടിക് എന്ന് പറഞ്ഞാല് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഹെർമന്യൂട്ടിക്? ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഹെർമന്യൂട്ടിക് എന്ന് പറഞ്ഞാൽ? ഹെർമന്യൂട്ടിക് എന്നുള്ള വാക്ക് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ട വേർഡ് ഏതാണ്? ഇന്റർപ്രിട്ടേഷൻ. യെസ്, ഇന്റർപ്രിട്ടേഷൻ എന്നുള്ള ഈ ഒരു മീനിങ് ആണ് വരേണ്ടത്. ഓക്കെ, സോ കോൺസെപ്റ്റ് ഇൻ ടെക്സ്ച്വൽ ഇന്റർപ്രിട്ടേഷൻ ആണ് ഹെർമന്യൂട്ടിക്. ഇതൊരു ലിറ്റററി മൂവ്മെന്റ് അല്ല. ഫ്രഞ്ച് റെവല്യൂഷൻ ഒരു പൊളിറ്റിക്കൽ ഇവന്റ് ആണ്. പിന്നെ ഈ ഒരു ഓപ്ഷൻസ് തന്നെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഓപ്ഷൻ എ ആണ് റൈറ്റ് ആണുള്ളത്. ഓക്കെ, now next one, match the following archetypal symbols with their corresponding meanings in literary criticism. ഇത് എക്സാമിന് ചോദിച്ച സമയത്ത് പെട്ടെന്ന് നോക്കിയപ്പം കുറെ പേർക്ക് ഈസി ആണെന്ന് തോന്നിയതും പിന്നെ ആൻസർ ചെയ്ത് വന്നപ്പം കുറച്ച് കൺഫ്യൂസ്ഡ് ആയി പോയിട്ടുള്ളയും ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇങ്ങനത്തെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് നമ്മൾ ചാടിക്കേറി ആൻസർ ചെയ്യാണ്ട്
കുറച്ചും കൂടി ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും കേട്ടോ. എന്താണ് ഈ ഒരു സിമ്പിൾസ്, എന്തായിരിക്കും അതിന്റെ ലിറ്റററി, അതിന്റെ എന്താണ് അത് സിംബലൈസ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് നോക്കും. ഓക്കെ. ഇത് ഏത് ഭാഗത്തിൽ പെട്ടതാണെന്നൊക്കെ ചോദിച്ചാല് ലിറ്ററേച്ചർ ഇൻ ജനറൽ എന്നുള്ള രീതിക്കൊക്കെ വരാം. ലിറ്റററി ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ. നമ്മളൊരു ലിറ്റററി ടെക്സ്റ്റിലൊക്കെ വരുന്ന കോമൺ ആയിട്ട് നമ്മൾ പോയിട്രി പഠിക്കുന്നുണ്ട്, നമ്മൾ കുറെ വേർഡ്സ് പഠിക്കുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഈ ഒരു മോട്ടീഫ് ഉണ്ട്, ഈ ഒരു സിമ്പിൾ ഉണ്ട് എന്നുള്ളതൊക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ. നിങ്ങൾ യുജിയിൽ പഠിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ഓർക്കുന്നുണ്ടോ? ഒരു എഡ്ന പോണ്ടലിയർ എന്നുള്ള ഈ ഒരു സ്ത്രീയുടെ ഒക്കെ ഒരു ചാപ്റ്റർ, വിത്ത് ഷീ ഗോസ് വിത്ത് ആ ഒരു സ്വിമ്മിങ്ങിന് പോകുന്നതും വിത്ത് റിവർ, അവിടെ കാണിക്കുന്ന ആ ഒരു ഇൻഡിപെൻഡൻസും അങ്ങനെയൊക്കെ കാണിക്കുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ. അപ്പം അവിടെയൊക്കെ നമ്മൾ ഈ പഠിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു മോട്ടീഫ് ഇങ്ങനെയാണ്, അവരുടെ ഫ്രീഡമിനെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ലൈഫ് റീബേർത്തിനെയാണ് കാണിക്കുന്നത് എന്നൊക്കെ നമ്മൾ പലവട്ടം ഈ റീബേർത്ത് കാര്യമൊക്കെ പഠിക്കുന്നുണ്ട്. ഗസ് അവേക്കണിങ് ഒക്കെ, കേറ്റ് ഷോപ്പാണ്ട് അവേക്കണിങ്. ഓക്കെ. സോ ഈ ഒരു വർക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് വരുന്ന സമയത്ത് നമുക്ക് അതൊക്കെ ഓർമ്മ വരണം. ഇവർ എന്തിനായിരുന്നു അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള പല കാര്യങ്ങൾ. ഓക്കെ. നമുക്ക് നോക്കാം. ഇത് കാൾ യുങ്ങിന്റെ ആർക്കിടൈപ്പൽ ക്രിറ്റിസിസമിൽ വരുന്ന ഇങ്ങനെ, യുങ്ങിയൻ ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഓരോ സിംബോളൈസ് ചെയ്യുന്നത് ഒരു കാര്യം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം സി എന്ന് പറയുന്ന സമയത്ത് മദർ ഓഫ് ഓൾ ലൈഫ്. ഓക്കെ. സി എന്ന് പറഞ്ഞാൽ മദർ ഓഫ് ഓൾ ലൈഫ് ആണ്. റിവേഴ്സ് എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ആ ഒരു ലൈഫ് സൈക്കിളിനെയാണ് റിവേഴ്സ് എപ്പോഴും കാണിക്കാറുള്ളത്. ഡെത്ത്, റീബർത്ത്, ക്രോസിംഗ് ഓവർ, ട്രാൻസിഷൻ. നമ്മൾ മലയാളത്തിലൊക്കെ പല പല പോയിട്രിയിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഈ റീബർത്തിന്റെ കാര്യം റിവർ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതൊക്കെ. ഓക്കെ. ഇനി സൺ. സൺ എന്ന് പറഞ്ഞാല് ലൈഫ് ഫോഴ്സ്, വൈറ്റാലിറ്റി, ക്രിയേറ്റീവ് പവർ ഒക്കെയാണ്. പിന്നെ സെർപ്പന്റിനെ മിത്തോളജിയിൽ എപ്പോഴും കൊടുത്തിട്ടുണ്ടായിരുന്നത് ഹിഡൻ നോളജിനും വിസ്ഡം ഒക്കെ ആയിട്ടാണ് സെർപ്പന്റിന് എപ്പോഴും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു രീതിക്കാണ് ആ ഒരു സിംബലൈസിങ് അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഒന്ന് ചിന്തിച്ചിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. നെക്സ്റ്റ്. In English, if three consonants form a cluster at the beginning of a syllable, the first consonant will always be സപടക. ഒരു 3 കോൺസണന്റ് ക്ലസ്റ്റർ ഒരുമിച്ച് വരുവാണെങ്കിൽ ഇംഗ്ലീഷില് ആദ്യത്തെ കോൺസണന്റ് ഏതായിരിക്കും എന്നാണ് ചോദിച്ചത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. നമുക്ക് അറിയാവുന്ന കുറച്ച് വേർഡ്സ് വെച്ചിട്ടൊന്ന് നോക്കിയാൽ തന്നെ ഒരു 3 കോൺസണൻസ് ആണ് കേട്ടോ, വവൽസ് വരരുത്. ഓക്കെ. എക്സാമ്പിൾ പറയാം. ഓക്കെ. ഇത് ഇംഗ്ലീഷിന് ഫോണോടാക്ടിക്സ് വന്നിട്ടുള്ളതാണ്, ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ള ആ ഒരു ഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഫോണോടാക്ടിക്സ് ബേസിക്കലി ഓരോ ലാംഗ്വേജിനും അതിൻ്റെതായിട്ടുള്ള റൂൾ ഉണ്ട്. കമ്മിങ് ടു കോൺസണൻസ് ആൻഡ് വവൽസിന്റെ ഒക്കെ സമയത്ത് അതിൻ്റെതായിട്ടുള്ള ഒരു റൂൾ ഉണ്ട്. അപ്പം ഒരു സിലബിളിന്റെ ഓൺസെറ്റിൽ ഉണ്ടാവുന്ന ആ ഒരു ടൈമിൽ 3 കോൺസണന്റ് ക്ലസ്റ്റേഴ്സ് ഒരുമിച്ചിട്ടുണ്ടാവുന്ന സമയത്ത് എപ്പോഴും ആദ്യത്തത് സ ആവും. ഓക്കെ. സ, പിന്നെ ഒരു സ്റ്റോപ്പ്, എന്നുള്ള സൗണ്ട് ആയിരിക്കും രണ്ടാമത് ഉണ്ടാവുന്നത്. പിന്നെ ഈ ഒരു റ്, ല, വ, ഴ എന്നുള്ള ഈ ഒരു സൗണ്ട് ഒക്കെ ആയിരിക്കും പിന്നെ വരുന്നത്. ഇതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്പ്ലാഷ് എന്ന് കാണുക. സ്പ്ലാഷ്, കണ്ടോ? അത് കോൺസണന്റ് ക്ലസ്റ്റർ ആണ്, സ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ട്രിങ് എന്ന് കണ്ടിട്ടില്ലേ? അപ്പം സ്ട്ര്, അതും കോൺസണന്റ് ആണ്. പിന്നെ സ്ക്വയറിലെ സ്ക്വയർ. ഓക്കെ, കാണുന്നില്ലേ? സോ ഇതിനൊക്കെയാണ് എന്ത് പറയുന്നത്, ഈ ഒരു കോൺസണന്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്.
ഇത് ഈ ഒരു പേവും ടേം കോം വെച്ചിട്ടൊക്കെ നിങ്ങളൊന്ന് 3 കോൺസണന്റ് ആയിട്ട് പറയാൻ നോക്കിയാലൊന്നും കഴിയില്ല. ഓക്കെ, ഈ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂള് തന്നെ കോൺസണൻസിലുള്ള ആ റൂളാണ്. ആ ഒരു സ്റ്റാർട്ടിങ് വേർഡ് എപ്പോഴും സ ആയിരിക്കും എന്നുള്ളത്. ഫസ്റ്റ് കോൺസണന്റ് 3 കോൺസണന്റ് ക്ലസ്റ്റർ ഒരുമിച്ച് ഒരു സിലബിളിൽ വരുന്ന സമയത്ത് സ്റ്റാർട്ടിങ് എപ്പോഴും സ ആയിരിക്കും എന്നുള്ളത് ആ ഒരു റൂളാണ്. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് അസർഷൻ റീസൺ. Assertion. Sydney's Apology for Poetry is in many ways a seminal text of literary criticism. Reason. It represents the first synthesis in the English language of the various strands and concerns of Renaissance literary criticism, drawing on Aristotle, Horace, and more recent writers such as Boccaccio and Julius Caesar. ഓക്കെ, നമുക്ക് മുന്നത്തെ 2 ടേമിന് ഉണ്ടായിട്ടുള്ളതും എസ്പെഷ്യലി December 25 ഉണ്ടായതും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇല്ല എന്നുള്ളതിന്റെ ഒരു വലിയ ആശ്വാസമായ ഒരു കാര്യമായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ അസേഷൻ റീസണും അതുപോലെ തന്നെ കഴിഞ്ഞ ക്യാൻസൽ ആയ എക്സാമിന് നമുക്ക് ഒരുപാട് വായിക്കേണ്ടിയൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് കുറെ ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കുറെ അങ്ങനെയായിരുന്നല്ലോ കണ്ടിട്ടുണ്ടായിരുന്നത്. December 25 ഒരുപാട് വായിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ലെങ്തി ആയിട്ടുള്ള കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അഥവാ എക്സാമിന് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരിക്കലും പാനിക്കായി പോകരുത്, ടയേർഡായി പോകരുത്, മടുപ്പ് വരരുത്. ഒന്ന് മനസ്സിലാക്കിയിട്ട് വായിക്കാൻ നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. സമാധാനത്തോടെ വായിക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും അത് മനസ്സിലാവും എന്നുള്ളതാണ്. നമുക്കിത് നോക്കാം. സിഡ്നീസ് അപ്പോളജി ഫോർ പോയട്രി ഈസ് ഇൻ മെനി വേസ് സെമിനൽ ടെക്സ്റ്റ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം. ഇതിൽ നമുക്ക് ആർക്കും ഒരു സംശയമില്ലല്ലോ, ട്രൂ തന്നെയല്ലേ അത്? ഓക്കെ, ദാറ്റ് ഇസ് ട്രൂ. രണ്ടാമത്തത്, it represents the first synthesis of English language of. ഓക്കെ, ആദ്യം എല്ലാത്തിന്റെ ഒരു സിന്തസിസ് ഇവിടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പല വേരിയസ് റെനസാൻ ലിറ്റററി ക്രിറ്റിസിസം എന്ന് വന്നിട്ടുണ്ട്. അവിടുന്ന് കുറച്ച് കാര്യങ്ങൾ അവിടുന്ന് ആ ഒരു സിന്തസിസ് നമുക്ക് കാണാൻ സാധിക്കും. ഫ്രം അരിസ്റ്റോട്ടൽ, ഹൊറേസ് ആവട്ടെ, അതുപോലെ തന്നെ റീസെന്റ് റൈറ്റേഴ്സ് ആയിട്ടുള്ള ബൊക്കേഷ്യോ, ജൂലിയസ് സീസർ, സ്കാലിഞ്ചർ, ഇവരുടെ ഒക്കെ ഒരു സിന്തസിസ് നമുക്ക് കാണാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇസ് ഇറ്റ് ട്രൂ? ആൻഡ് for poetry is in many ways a seminal text of literary criticism എന്നുള്ളതാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ. ഓക്കെ, യെസ്, കറക്റ്റ് ആൻസർ. Both statements are correct and our reason directly explains assertion. Okay, ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അപ്പോളജി ഫോർ പോയട്രി എന്തായാലും ഒരു സെമിനൽ ടെക്സ്റ്റ് തന്നെയാണ്. Precisely because it synthesizes. Okay, കേൾക്കുന്നില്ലേ? സൗണ്ട് കേൾക്കുന്നില്ല. ഓക്കെ, now ഓക്കെ ഓക്കെ അപ്പം ഈ 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. റീസൺ ഡയറക്ട്ലി എക്സ്പ്ലെയിൻസ് അസേർഷൻ ബിക്കോസ് എന്താണ് പറയുന്നത്? കറക്റ്റ്. ആ ഒരു അപ്പോളജി ഫോർ പോയട്രിയിൽ ആ ഒരു സിന്തസൈസിങ് നമുക്ക് കാണാൻ സാധിക്കും. ക്ലാസിക്കൽ തിയറീസ്, അരിസ്റ്റോട്ടലിന്റെ മിമസിസ് ആവട്ടെ, ഹൊറേസിന്റെ ടീച്ച് ആൻഡ് ഡിലൈറ്റ് ആവട്ടെ, അതും റെനസാൻസ് സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു ഹ്യൂമനിസ്റ്റ് തോട്ടും അതൊക്കെ തമ്മിലുള്ള ഒരു സിന്തസിസ് നമുക്ക് കാണാം എന്നുള്ളതും അതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആദ്യത്തെ ഫസ്റ്റ് കോംപ്രിഹെൻസീവ് ഡിഫൻസ് ആൻഡ് തിയറി ഓഫ് പോയട്രി ഇൻ ഇംഗ്ലീഷ് എന്നുള്ളത് പറയുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ ഫോർ യു. എന്തുകൊണ്ടാണ് സിഡ്നി അപ്പോളജി ഫോർ പോയട്രി എഴുതിയത്? വൈ? what happened? School of Abuse by Stephen Gossa. Okay, very good. അതിനുള്ള റിപ്ലൈ ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് WB യേറ്റ്സിന്റെ പ്ലേ ദി കൗണ്ടസ് കാത്ലീനും അവരുടെ റൂൾസും കൊടുത്തിട്ടുണ്ട്. മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ഇത് കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും PYQ ചെയ്യാത്തവർക്ക്. ഷീമസ്, റുവ, അലി, ഊണ, മേരി, പിന്നെ അവരുടെ ആ ഒരു റോളും കൊടുത്തിട്ടുണ്ട്. ഇത് WB യേറ്റ്സിന്റെ കൗണ്ടസ് കാത്ലീനിൽ വന്നിട്ടുള്ളതാണ്. ഓക്കെ, ബി പറയുന്നുണ്ട്. ഓക്കെ, PYQ ചെയ്തവർക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ടോ? Let us look into it. WB യേറ്റ്സിന്റെ 1892 വേഴ്സ് ഡ്രാമയാണ് കൗണ്ടസ് കാത്ലീൻ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ഇപ്പൊ പഠിക്കാൻ പറ്റുവാണെങ്കിൽ ഇതാണ്. കൗണ്ടസ് കാത്ലീൻ WB യേറ്റ്സിന്റെ വേഴ്സ് ഡ്രാമയാണ്. ഓക്കെ, ഇനി അഥവാ ക്വസ്റ്റ്യൻ വരുവാണ് വാട്ട് ടൈപ്പ് ഓഫ് വർക്ക് ആണ് ഇത് എന്ന് ചോദിക്കുന്ന സമയത്ത് വേഴ്സ് ഡ്രാമ എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കണം. ഓക്കെ, ഇതിലെ ക്യാരക്ടേഴ്സ് ആണ് മാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഷേമസ് റുവ ഒരു ഡെസ്പറേറ്റ് പെസന്റ് ആണ്, ഫാമിന്റെ സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു പെസന്റ് ആയ. അലീൽ എന്ന് പറയുന്നത് ലിറിക്കൽ പോയിറ്റ് ആണ്, ഡീപ്ലി ഇൻ ലവ് വിത്ത് കാത്ലീൻ. കാത്ലീനായിട്ട് വളരെയധികം സ്നേഹത്തിലാണ്. സോ അലീൽ ഇസ് എ ലിറിക്കൽ പോയിറ്റ്. ഊണ എന്ന് പറയുന്നത് കൗണ്ടസിന്റെ ലോയൽ ആയിട്ടുള്ള ഫോസ്റ്റർ മദർ ആണ്, സ്റ്റെപ്പ് മദർ പോലെയൊക്കെ. സോ ഫോസ്റ്റർ മദർ ആണ് ഊണ. ആൻഡ് മേരി ഈസ് എ മോറലി സ്റ്റെഡ്ഫാസ്റ്റ് വൈഫ് ഓഫ് ഷിമസ് റുവ. ഷിമസ് റുവയുടെ വൈഫാണ് ഈ ഒരു മേരി എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റണം. Okay, whose poetry is redolent of the Orissa scene and the Jagannatha temple at Puri figures quite often in it. നമുക്ക് ഇന്ത്യൻ ലിറ്ററേച്ചറിന്റെ സമയത്ത് ഒറീസ സീൻ, ജഗന്നാഥ പൂരി ഫിഗർ ഒക്കെ വരുന്നത് ആരുടെ പോയിട്ടില്ല? നമുക്ക് ഓപ്ഷൻസ് ഒന്നും നോക്കാൻ തന്നെ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റണം. യെസ്, പ്രത്യേകിച്ച് കൺഫ്യൂഷൻസ് ഒന്നും വരുന്നില്ലല്ലോ ഈ ഭാഗത്തൊന്നും. ഓക്കെ, ജയന്ത മഹാപത്രയുടെ poetry, a poem, it is deeply anchored in the landscape, history and cultural heritage of Odisha. Okay, and images of the Jagannath temple at Puri, Konark, ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ സാധിക്കും. പല വർക്ക്സിലായിട്ട് കാണാൻ സാധിക്കും. റിലേഷൻഷിപ്പ് പോലെ ഉള്ള വർക്ക്സ്. ഓക്കെ, റിലേഷൻഷിപ്പിന് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു? ജയന്ത മഹാപത്രയുടെ റിലേഷൻഷിപ്പിന് എന്ത് അവാർഡാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? റിലേഷൻഷിപ്പിന് വേറെ ഒരു പ്രത്യേകത ഉണ്ട്. എന്തായിരുന്നു അത്? ഇതായിരുന്നു. ഇറ്റ് ഈസ് എ വെരി ലോങ് വർക്ക്. ഓക്കെ, 12 സെക്ഷനോളം വരുന്ന ഒരു ലോങ് വർക്ക് ആണത്. ഓക്കെ, ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ KGN ദാറുവാല. നമുക്ക് ദാറുവാലന്റെ തീം എപ്പോഴും വയലൻസ്, ഹിസ്റ്ററി, മാസ്കുലിൻ ടോണിലൊക്കെ പോകുന്നതായിട്ട് കാണാം. ശിവ് കുമാർ ആണെങ്കിൽ urban എക്സ്പീരിയൻസസും എക്സിസ്റ്റൻഷ്യൽ ഡിലേമയും ഫിലോസഫിയിലൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട്. അരവിന്ദ് കൃഷ്ണ മേരോത്ര ആണെങ്കിൽ ബോംബെയിൽ ഉണ്ടായിരുന്ന എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള മോഡേണിസ്റ്റ് പോയിട്രി സീനിലൊക്കെയാണ് കുറച്ചും കൂടി ഹീസ് ഫോക്കസിങ് ഓൺ. ഓക്കെ, സോ 17th question. According to whom the interaction between introjection and projection helps to constitute the ego and the superego and to lay the foundations for the Oedipus complex? PYQ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആൻസർ കിട്ടും, ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്കൊക്കെ വരാവുന്ന ഒരു വേറെ ഒരു ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട്. ആദ്യം തന്നെ പറയാണ്, അങ്ങനെ
പെട്ടെന്ന് നമുക്ക് ഈഗോ, സൂപ്പർ ഈഗോ, ഈഡിപ്പസ് കോംപ്ലക്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ വരുന്ന ഓപ്ഷൻ അല്ല ഇതിന്റെ റൈറ്റ് ആൻസർ. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ഫ്രോയിഡ് പഠിക്കുന്ന സമയത്ത് ഒരിക്കലും പഠിച്ചിട്ടില്ല, അത് ആദ്യം മനസ്സിലാക്കുക. യെസ്, ഫ്രോയിഡിനെയാണ് ഓർമ്മ വരിക, പക്ഷെ ഫ്രോയിഡിനെ പഠിക്കുന്ന സമയത്ത് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഇൻട്രോജെക്ഷൻ ആൻഡ് പ്രൊജക്ഷൻ ഹെൽപ്സ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ദി ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന എവിടെയെങ്കിലും? അങ്ങനെ ഓർക്കുന്നുണ്ട് നിങ്ങൾ? ഇല്ല. അപ്പൊ ഫ്രോയിഡ് അല്ല എന്നുള്ളത് ഉറപ്പിക്കുക. ഇങ്ങനെ ഒരു വാക്കുകൾ കേൾക്കുമ്പോഴേക്കും കൺഫ്യൂസ്ഡ് ആയി പോകരുത്. ഓക്കെ, സോ ഇതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് വരുന്നത് ഈ ഒരു സൈക്കോ അനാലിസിസ് തന്നെയാണ് ഇത് വരുന്നത്. അപ്പം ഈ ദിസ് ബിലോങ്സ് ടു മെലാനി ക്ലെയിൻ. ഓക്കെ, ആൻഡ് ഷീ ഈസ് എ പയനിയർ ഓഫ് ഒബ്ജക്ട് റിലേഷൻസ് തിയറിയുടെ ഒരു പയനിയർ ആയിരുന്നു. അപ്പം ക്ലെയിൻ എംഫസൈസ് ചെയ്യുന്നത് ഇൻഫന്റും അതുപോലെ തന്നെ ചെറിയ കുട്ടികളുടെ അവരുടെ ഒരു ഇന്നർ ലൈഫ്സിനെ വെച്ചിട്ട് അവിടെ എംഫസിസ് കൊടുത്തിട്ടാണ് ഈ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഷീ ഈസ് ആർഗ്യൂയിങ് ദാറ്റ് ദി സൈക്കോളജിക്കൽ മെക്കാനിസം, ഓക്കെ, നമുക്ക് ഇവിടെ ഒരു സൈക്കോളജിക്കൽ മെക്കാനിസം ആണ് ഇൻട്രോജെക്ഷൻ എന്ന് പറയുന്നത്. ഇൻട്രോജെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട്സിനൊക്കെ ഇന്റേണലൈസ് ചെയ്യുക. ഓക്കെ, അതിനെയാണ് ഇൻട്രോജെക്ഷൻ. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഫീലിങ്സിനെ എക്സ്റ്റേണലൈസ് ചെയ്യുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് നമുക്ക് നേരത്തെ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ഈഗോ എന്തെയും ഫോം ചെയ്യും എന്നുള്ളതാണ് മെലാനി ക്ലെയിൻ പറയുന്നത്. അപ്പം ഇൻട്രോജക്ഷനും പ്രൊജക്ഷനും ഒക്കെയാണ് ഈഗോന്റെ ആ ഒരു ഫോർമുലേഷൻക്ക് ലീഡ് ചെയ്യുന്നത് എന്ന് മെലാനി ക്ലെയിൻ പറയുന്നുണ്ട്. ഈഗോ, സൂപ്പർ ഈഗോ, പിന്നെ ഈഡിപ്പസ് കോംപ്ലക്സ് ഒക്കെ. ഫ്രോയിഡ് പറഞ്ഞ ഒരു കാര്യത്തിൽ ആ ഒരു കാര്യം തന്നെയാണ്, ആ ഒരു കോൺസെപ്റ്റ്സ് എടുത്തിട്ട് അതൊരു വേറെ ആംഗിളിലൂടെ കൊണ്ടുവന്നിട്ടുള്ളതാണ് മെലാനി ക്ലെയിൻ. ഓക്കെ, സോ ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫെറൻസി കോൺട്രിബ്യൂട്ടഡ് ടു ട്രോമ തിയറി, ക്ലിനിക്കൽ ടെക്നീക്ക് ഒക്കെ. റോബർട്ട് യങ് ആണെങ്കിൽ ഒരു പോസ്റ്റ് കൊളോണിയൽ തിയറിസ്റ്റ് ആണ്. ഫ്രോയിഡിനെ നമുക്കറിയാം, ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ്. പക്ഷെ ക്ലെയിൻ ആണ് ഈ ഒരു ഇഡിപ്പസ് കോംപ്ലക്സിനെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇൻഫെന്റൈൽ ഇൻട്രോജെക്ഷൻ, പ്രൊജക്ഷൻ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മെലാനി ക്ലെയിൻ ആണ് ഓർമ്മ വേണ്ടത്. ഓക്കെ, easy question. Who defined culture as one of the 2 or 3 most complicated words in the English language? നമ്മൾ കൾച്ചറൽ സ്റ്റഡീസ് പഠിക്കുന്ന സമയത്ത് ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യമായിരിക്കും. റേമണ്ട് വില്യംസ്, ജോൺ സ്റ്റോറി, ബെനാഗർ, പീറ്റർ ഗുഡോൾ. ഓക്കെ, ഏത് വർക്കിലാണ് പറയുന്നത് എന്നുള്ളത് നോക്കി വെക്കുക. കീവേഡ്സ്, എ വൊക്കാബുലറി ഓഫ് കൾച്ചർ ആൻഡ് സൊസൈറ്റിയിൽ 1976 വർക്കാണ്. ബ്രിട്ടീഷ് കൾച്ചറൽ തിയറിസ്റ്റ് ആയിട്ടുള്ള റേമണ്ട് വില്യംസ് ആണ് ഈ ഒരു ഫേമസ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. കൾച്ചർ ഈസ് വൺ ഓഫ് ദി 2 or 3 മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് വേർഡ്സ് ഇൻ ദി ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് ആ ഒരു എവല്യൂഷനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ആദ്യം കൾച്ചർ അഗ്രികൾച്ചറിന് വന്നിട്ടുള്ളതും പിന്നെ അതൊരു ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആയിട്ടുള്ള, എന്നിട്ട് ഈ ഒരു ബിഗ് റെവല്യൂഷനൈസിങ് സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. കൾച്ചർ ഈസ് എ ഹോൾ വേ ഓഫ് ലൈഫ് എന്നുള്ളത്. ഓക്കെ, ഇതൊക്കെ റേമണ്ട് വില്യംസ് ആയിട്ട് അസോസിയേറ്റഡ് ആണ് എന്നുള്ളത് ഓർത്തുക. ഓക്കെ, ജോൺ സ്റ്റോറി ആരാണ്? John Story is the author of Cultural Theory and Popular Culture. Okay. Raymond Williams ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു, author of Cultural Theory and Popular Culture. Okay. Now moving on to session research. രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. The defining event of the first part of the 21st century was the attack on American targets, including the Twin Towers in New York on 11 September 2001. ശരിയാണോ? 9/11 കുറിച്ചിട്ടാണ് പറയുന്നത്. 21st സെഞ്ചുറിയിൽ ഒരു ട്രൂ ആണത്. ഓക്കെ, a novel by Christopher Brookmeyer published 2 days before the attacks happened. A big boy did it and ran away was and still is astonishingly precise both about the violence and about some of its roots and resonances. ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചില കാര്യങ്ങളൊക്കെ
ഇപ്പൊ ഒരു പാൻഡമിക് ഉണ്ടാവുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടാവുന്ന സമയത്തൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും ഈ ഒരു വീഡിയോയിൽ മുന്നേ അയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ. അങ്ങനത്തെ വീഡിയോസ് ഒക്കെ പിന്നെ പുറത്ത് വരാറില്ല. ഓക്കെ, അങ്ങനെ ഒരു ലിറ്റററി ലാൻഡ്സ്കേപ്പിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു അസ്റ്റോണിഷിങ് കാര്യമായിരുന്നു ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. 9/11 നടക്കുന്നതിന്റെ ഒരു 2 ദിവസം മുന്നേ പബ്ലിഷ് ആയിട്ടുള്ള ഈ ഒരു വർക്കില് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു കറക്റ്റ് ആയിട്ട് ഈ ഒരു വയലൻസിനെ കുറിച്ചിട്ടും അത് വരാനുള്ള റൂട്ട് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് പറയുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ അസേർഷൻ കറക്റ്റ് ആണ്, റീസൺ കറക്റ്റ് ആണ്, ആൻഡ് ഓൾസോ ദി റീസൺ ഇസ് ദി കറക്റ്റ് explanation. Oh, the reason is not the correct explanation അല്ല. ഓക്കെ, സോ ഇത് രണ്ടും കറക്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷെ ദാറ്റ് ഇസ് നോട്ട് ദി റീസൺ വൈ ആ ഒരു വർക്ക് കാരണമല്ല 9/11 അത്രയും ഡിഫൈനിങ് ഹിസ്റ്റോറിക്കൽ ഇവന്റ് ആയത്. 9/11 ഒരു ഡിഫൈനിങ് ഹിസ്റ്റോറിക്കൽ ഇവന്റ് ആയിരുന്നു, അതൊരു ഫാക്ട് ആണ്. ഓക്കെ, ഇത് നിങ്ങൾക്കിപ്പം രണ്ടും ട്രൂ ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്താൽ പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, കാരണം അതർവൈസ് ഇറ്റ് ഡസൻ മേക്ക് സെൻസ്. ഓക്കെ, 20th question, last question for the day. Who wrote the following about Rousseau? Like his favorite philosopher Plato, Rousseau sought to discover and produce the moral man who would make the moral society, and a moral society that would foster the moral man. ആരാണ് ഇത് പറഞ്ഞിട്ടുള്ളത്? J.S. Mill, Mary Wollstonecraft, Dr. Johnson, Peter Gay. Right answer, Peter Gay ആണ്. Okay, Peter Gay is a prominent historian of the Enlightenment. ക്രിട്ടിക്കൽ സ്റ്റഡീസിലാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഗേ എന്ത് പീറ്റർ ഗേ ഈ ഒരു റൂൾസ് നല്ല ക്ലാസിക്കൽ ആയിട്ടുള്ള ആ ഒരു ആന്റിക്വിറ്റിയും അതൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് പ്ലേറ്റോടെ ഒക്കെ വെച്ചിട്ട്. ഓക്കെ, സോ അതാണ് ഇതിൽ പറയുന്നത്. നൗ J.S. മില്ലിനെ നമുക്കറിയാം, ലിബർട്ടി യൂട്ടിലിറ്റേറിയനിസമിനൊക്കെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മേരി വോൾസ്റ്റോൺക്രാഫ്റ്റിനെ നമുക്കറിയാം, ഫേമസ്ലി ക്രിട്ടീക്ക് ചെയ്യുന്നുണ്ട് മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ്. റൂസോയുടെ എഡ്യൂക്കേഷണൽ വ്യൂസിനെ ക്രിട്ടീക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് കാണാവുന്ന വർക്കാണ് വിൻഡിക്കേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് വുമൺ. ഓക്കെ, ആൻഡ് സാമുവൽ ജോൺസൺ വാസ് എ സ്റ്റോൺസ് കോൺസർവേറ്റീവ്. ഓക്കെ, റൂസോന്റെ ഈ ഒരു റാഡിക്കലിസമിനൊക്കെ എതിർത്തിട്ടുള്ള അല്ലെങ്കിൽ ഡിറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു സാമുവൽ ജോൺസൺ. ഓക്കെ, ഇവരൊക്കെ ഒന്ന് എലിമിനേറ്റ് ചെയ്താൽ തന്നെ നമ്മൾ പീറ്റർ ഗേയിൽ എത്തും. സോ that is all for today's session. ക്ലിയർ ആയിരുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ, എന്താണിത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സെഷൻ കഴിഞ്ഞിട്ട് യെസ്, തോമസ് ഹാഡിയുടെ ക്രോണോളജി കറക്റ്റ് ആയിട്ട് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ എന്താ നമ്മൾ എത്ര PYQs നമ്മൾ 25 ഡിസംബർ കംപ്ലീറ്റ് നോക്കും, 25 ജൂൺ കംപ്ലീറ്റ് നോക്കുന്നുണ്ട്, 24 ഡിസംബറും 24 ജൂണും. ഇതാണ് ലൈവില് നോക്കാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് നിങ്ങളോട് എന്നും ടാസ്ക് ആയിട്ട് ബാക്കിയുള്ള PYQs ചെയ്യാനും പറയുന്നുണ്ട് കേട്ടോ. J.S. മില്ലിന്റെ യൂട്ടിലിറ്റേറിയനിസം ചോദിച്ചിട്ടുണ്ടായിരുന്നു. J.S. മില്ലിന്റെ യൂട്ടിലിറ്റേറിയനിസം ആ ഒരു വർക്കാണത്. അതിൽ കറക്റ്റ് ഇങ്ങനെയാണ് പറയുന്നത്, അതായത് ഒരാളുടെ ആക്ഷൻസ് ആർ റൈറ്റ് ഇഫ് ദേ പ്രൊമോട്ട് ഹാപ്പിനെസ്. ഓക്കെ, ഒരാൾ ചെയ്യുന്ന ആക്ഷന് അത് ഹാപ്പിനെസിനെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് റൈറ്റ്. ആൻഡ് ഇഫ് ദേ റോങ് ആണ്, അതല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് വരുന്നതെങ്കിൽ അത് റോങ് ആണ് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യൂട്ടിലിറ്റേറിയനിസം എന്നുള്ള വർക്കിലാണ് ഇത് പറയുന്നത്. ഓക്കെ, അതായത് ഒരു ആക്ഷന്റെ കംപ്ലീറ്റ് വർത്ത് അതിന്റെ ഔട്ട്കം വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് എന്നുള്ള രീതിക്കൊക്കെ. ഓക്കെ,
സോ ഐ ഹോപ്പ് എവറിത്തിങ് ഇസ് ക്ലിയർ ഫോർ യു. എല്ലാവരും നല്ല രീതിക്ക് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നാളത്തെ രാവിലത്തെ സെഷനിലൊക്കെ അറ്റൻഡ് ചെയ്യുക. ആൻഡ് എല്ലാവരും സ്ട്രോങ് ആയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഈ ടെസ്റ്റ് ഉള്ളവർ തരുന്ന ടാസ്ക് ചെയ്യുക. തോമസ് ഹാർഡിയുടെ ക്രൊണോളജി ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ട് നോക്കുക. ഓക്കെ, ഐ സീ യു ഇൻ ടുമോറോസ് സെഷൻ ദെൻ. Good night, everybody.